हेलो व्यूवर्स, मेरा प्रिय दर्शकों, मेरे प्रिय കാഴ്ചക്കാരെ നൻപുകളെ मेरे साथियों, we will continue our lessons 10th chemistry. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇക്വിലിബ്രിയം, അതുപോലെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം വെർ വി സ്റ്റോപ്പ്. നമ്മൾ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങണം. ഇനി നമുക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കണം, കാരണം നമുക്ക് ദിവസങ്ങളില്ല. ഇനി നമുക്ക് എന്താണ് കാറ്റലിസ്റ്റ് നോക്കാം. അപ്പോൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കാറ്റലിസ്റ്റ് ആർ ദി സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയും, അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരുപാട് കാറ്റലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും നമുക്ക് പ്രധാനപ്പെട്ടത് ഇതിൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നമുക്കറിയാം ദ കിങ് ഓഫ് ആസിഡ്സ് നമുക്ക് പറയും, അല്ലേ? H2SO4. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് സൾഫർ ഈസ് ബേൺഡ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ സൾഫറിനെ കത്തിയാണ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ, എന്നിട്ട് സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ പറയാം, എസ് സൾഫർ പ്ലസ് O2 അല്ലേ ഗീവ്സ് SO2, സൾഫർ ഡയോക്സൈഡ്, നോട്ട് ട്രൈ. ദെൻ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ, അതായത് വെനേഡിയം പെൻറ്റോക്സൈഡാണ് യൂസ് ചെയ്യുന്നത് ഒരു കാറ്റലിസ്റ്റായി. അതായത് ഈ റിയാക്ഷൻ്റെ സ്പീഡ്, ടു ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ വി യൂസ് വെനേഡിയം പെൻറ്റോക്സൈഡ് ആസ് ദി കാറ്റലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ വെനേഡിയം പെൻറ്റോക്സൈഡ് V2O5. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 2SO2 അല്ല കിട്ടിയത്, പ്ലസ് O2, ദെൻ 2SO3 അല്ലേ? അപ്പോൾ SO3 ആയി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും അതിനെന്ത് ചെയ്യണം? SO3 പ്ലസ് H2. അപ്പോൾ സോ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് കഴിയും? കാറ്റലിസ്റ്റിനെ നമുക്ക് സൾഫ്യൂരിക് ട്രയോക്സൈഡ് അല്ലേ, സൾഫർ ട്രയോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. SO3 ഈസ് നൗ ഡിസോൾവ് ഇൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇതിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഇതിനെ എന്ത് ചെയ്യും? ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കും, ലയിപ്പിക്കും. അപ്പോൾ അവിടെ H2SO7 അല്ലെ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതിനെ നമുക്ക് ഒല്ലിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിനെ സൾഫ്യൂരിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസോൾവിങ് ഓലിയം ഇൻ വാട്ടർ. ഓലിയം വെരി കൊറോസീവ്, വളരെ ശക്തിയേറിയതാണ്. അപ്പോൾ അതിനെ ഡിസോൾവ് ചെയ്യണം വാട്ടറിൽ. എന്നിട്ടാണ് നമുക്കതിനെ എന്തായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്, അതിൽ നിന്നും സൾഫ്യൂരിക് ആസിഡ് ഡിവൈഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. വളരെ എളുപ്പമാണ്. ആ സ്റ്റെപ്പുകൾ പഠിക്കുക കേട്ടോ. അല്ലേ, സൾഫറും ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ സൾഫർ ഓക്സിജൻ പ്രവർത്തിപ്പിക്കുക. വീണ്ടും ഒരു കാറ്റലിസ്റ്റായ വെനേഡിയം പെൻറ്റോക്സൈഡ് ഉപയോഗിച്ച് വീണ്ടും ഈ SO2നെ ഓക്സിജനായിട്ട് ഒന്ന് കൂടി അല്ലേ ചെയ്യുക ആ പ്രസൻസിൽ. അപ്പോൾ SO3 ലഭിക്കും. വീണ്ടും SO3 എന്ത് ചെയ്യണം? സൾഫ്യൂരിക്, അതായത് ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇങ്ങനെ കിട്ടിയതിനെ നമ്മൾ ഒല്ലിയം എന്ന് പറയും. വീണ്ടും ഓല്യത്തിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാം? സൾഫ്യൂരിക് ആസിഡ് അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ചാപ്റ്റർ നമുക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമേ തരുന്നുള്ളൂ, കാരണം നമുക്ക് സമയം കിട്ടിയില്ല. ഇന്നാണ് ആദ്യമായിട്ട് ക്ലാസ് വരുന്നത് അല്ലേ, കെമിസ്ട്രി ക്ലാസ്. സാധാരണ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്, നിങ്ങൾക്കറിയാം. ഭാഷകൾ പഠിപ്പിക്കുന്നു. മറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ 8 മുതൽ MA വരെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭാഷകൾ 4-5 ഭാഷകൾ, ഹൗ ടു സ്പീക്ക് അല്ല 5 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി വിത്തിൻ ഡേയ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽസ് ഇൻ യൂട്യൂബ്. മൈ ലിങ്ക് Step Up with English Prakash TK Menon. Subscribe it. Otherwise, you can get the continuation of the classes. Okay. Then Instagram my link Prakash TK7. Following and share. In Facebook my link Step Up with English 108. Following and share. Okay. Then see you in my next video. Okay.